പുള്ളി കിടന്ന് പുകയാൻ തുടങ്ങി. അവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കാലിങ്ങ് തല്ലി ഒടിച്ച്. അവരാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി കേസ് അങ്ങ് കൊടുത്ത് അങ്ങനെയാണ് ഇവനെ അറസ്റ്റ് ചെയ്തത്. ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കറുത്ത ആൾക്കാരെ കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ കലാമണ്ഡലം സത്യഭാമ, അവർക്ക് കറുപ്പിനോട് ഇത്രയ്ക്ക് അങ്ങ് ദേഷ്യമോ, ഇത്രയ്ക്ക് അവജ്ഞയോ? സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചയായ ഒരു വിഷയമാണ്. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു സ്റ്റോറി, എന്നാൽ റിയലായിട്ട് നടന്നൊരു സ്റ്റോറിയാണിത്. അതാണെങ്കിൽ കറുത്ത് പോയതിൻ്റെ പേരിൽ, ഒരു കുട്ടി കറുത്ത് പോയതിൻ്റെ പേരിൽ ആ സ്വന്തം വീട്ടിൽ നിന്ന് ആ കുട്ടി അനുഭവിച്ച കുറേ ദുരിതങ്ങളുണ്ട്. ഇതിപ്പം വല്ലവനെയാണ് ഈ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത്. ഇത് സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛൻ ഒരു കുട്ടിയെ എടുത്ത് ഏത് രീതിയിൽ കറുത്ത് പോയതിൻ്റെ പേരിൽ ഏത് രീതി പെരുമാറുന്നു എന്ന് ആ കുട്ടി അനുഭവിച്ച കുറേ ദുരിതങ്ങൾ, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ മൂന്നാമനായ ഈ കുട്ടി കുറച്ച് കറുത്തിട്ടാണ്. മൂത്ത 2 പേർക്കും അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട്. ഇതിന്റെ പേരിൽ, ഈ ഒരു വിഷയത്തിൽ ഈ ഇളയ കുട്ടി കറുത്ത് പോയതിന്റെ പേരിൽ ഈ കുട്ടിയുടെ അച്ഛൻ അമ്മയുമായിട്ട് എന്നും കലഹമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം നല്ല കളറുണ്ട്. അപ്പോൾ ഈ മൂത്ത 2 മക്കൾക്കും അത്യാവശ്യം നല്ല കളറുണ്ട്. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മൂന്നാമനായ ഈ കുട്ടിക്ക് അല്പം കളറ് കുറവാണ്. അതിൻ്റെ പേരിൽ ഈ അച്ഛനാണെങ്കിൽ ആ അമ്മയുമായിട്ട് എപ്പോഴും യുദ്ധം തന്നെ. ഇവൻ എങ്ങനെ കറുത്തുപോയി, ഇത് എൻ്റെ കുട്ടിയല്ല, ഇത് എൻ്റെ കുട്ടി ഇങ്ങനെയല്ല, നമ്മൾ 2 ആളും വെളുത്തിട്ടാണ്, നമ്മുടെ മറ്റു 2 കുട്ടികളെ നോക്ക്, അവർ 2 ആളും വെളുത്തിട്ടല്ലേ, ഇവൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, അപ്പോൾ ഇതെൻ്റെ കുട്ടിയല്ല എന്നും പറഞ്ഞിട്ട് ആ അമ്മയെ ദിവസവും എടുത്തിട്ട് അയാൾ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അച്ഛന് അമ്മയുടെ മേൽ നിരന്തര സംശയമായി. കാരണം കുട്ടി കറുത്തിട്ടല്ലേ, അപ്പോൾ ഇതെൻ്റെ കുട്ടിയല്ല, അത് അയാളങ്ങ് വിധി എഴുതി. ഞാൻ വെളുത്തിട്ടാണ്, എൻ്റെ മറ്റ് 2 മക്കളും വെളുത്തിട്ടാണ്, വൈഫ് വെളുത്തിട്ടാണ്, അപ്പോൾ എനിക്ക് കറുത്ത കുട്ടി ഉണ്ടാവേണ്ട യാതൊരു ചാൻസും ഇല്ല, അതുകൊണ്ട് ഇതെൻ്റെ കുട്ടിയല്ല എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് ആ അച്ഛൻ. അത് അയാളുടെ കുട്ടിയല്ല എന്ന് അയാൾ വിധി എഴുതുക. ഈ പിതൃത്വം തന്നെ, കുട്ടിയുടെ പിതൃത്വം, ഇത് പിതാവ് ഞാനല്ല എന്ന് തന്നെയാണ് അയാൾ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ ഇതൊരു 23 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം കേട്ടോ. ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് DNA ടെസ്റ്റ് നടത്തിയെങ്കിലും അച്ഛനെ അമ്മയൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അന്നും DNA ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അത്ര വിപുലീകരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഈ DNA ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അച്ഛനാണെങ്കിൽ അമ്മയെ നിരന്തരമായിട്ട് വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ കുട്ടി വളർന്നുകൊണ്ടിരുന്നത്. ഈ വളർച്ചാ കാലഘട്ടത്തിൽ മറ്റു കുട്ടികളെ അപേക്ഷിച്ചിട്ട് ഈ അച്ഛനിൽ നിന്ന് ഈ കുട്ടിക്ക് വളരെ മോശമായ ഒരു ജീവിതാനുഭവമാണ് ഉണ്ടായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി കറുത്തു പോയത് കൊണ്ട് ഇതെൻ്റെ കുട്ടിയല്ല, അതുകൊണ്ട് മറ്റു 2 മക്കൾക്കും കളിപ്പാട്ടം, ഉടുപ്പ്, മുട്ടായി അങ്ങനെയുള്ള സംഗതികളെല്ലാം ഈ അച്ഛൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും. പക്ഷെ ഈ കുട്ടിക്കാണെങ്കിൽ അതൊന്നും ഈ അച്ഛനിൽ നിന്ന് വാങ്ങിക്കൊടുക്കത്തേ ഇല്ല, യാതൊരു വക വാങ്ങിക്കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ കുട്ടിയല്ല എന്നും പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് ആകെപ്പാടുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ അമ്മയാണ്. ഈ അമ്മ ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഈ അച്ഛനിക്ക് ആകെ ഹാലളകാണ്. ഈ അച്ഛനാണെങ്കിൽ എപ്പോഴോ അമ്മയെടുത്തങ്ങ് കുറ്റപ്പെടുത്തലും ദേഷ്യപ്പെടലും, ഇതെൻ്റെ കുട്ടിയല്ല, എനിക്ക് ഇതിൽ നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എടുത്തിട്ടങ്ങ് നിരന്തരമായിട്ട് അച്ഛൻ പറയുമല്ലേ ഇതെൻ്റെ മകനല്ല, ഇതെൻ്റെ മകനല്ല എന്ന്. അപ്പോൾ ഈ മൂത്ത 2 മക്കളെ വിചാരിക്കുന്നത് എന്താ, അച്ഛൻ പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്ന് കരുതിയിട്ടാണ് അവരുടെ മൈൻഡ്. അവരതുകൊണ്ട് ഈ ഇളയ കുട്ടിയെ അവരുടെ കൂട്ടത്തിൽ ഒന്നിനും ഉൾപ്പെടുത്താതായി. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ ആ രീതിയിലാണ് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മയാണ് ആ കുട്ടിക്ക് ആകെപ്പാടുള്ള ഒരു ആശ്രയം. അതിന് ആ അമ്മയെ അച്ഛനാണെങ്കിൽ എടുത്തിട്ടങ്ങ് ശരിയാക്കുകയാണ്, അത്രയ്ക്ക് പീഡിപ്പിക്കുകയാണ്, ഇതെൻ്റെ മകനല്ല എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടിയാണെങ്കിൽ പഠിക്കാനൊക്കെ നല്ല ബ്രില്യൻ്റ് ആണ്. പക്ഷേ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ അച്ഛൻ ഇതുവരെയ്ക്ക് പോയിട്ടില്ല. എന്തിനും പോകുന്നത് അമ്മയാണ് പോകുന്നത്. ശരിക്കും ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് യാതൊരുവിധ പരിഗണനയും ഈ കുട്ടിക്ക് കിട്ടിയില്ല. ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഒരു രീതി, എല്ലായിടത്തുനിന്നും ഒരു അവഗണനയാണ് ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.
ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമോ പരിഗണനയോ യാതൊന്നും കിട്ടാതെ തീർത്ത് ഒറ്റപ്പെട്ട രീതിയിലാണ് ഈ കുട്ടി വളർന്നു വന്നത്. ഞാനിത് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ ഈ കുട്ടി പറഞ്ഞ വാക്കുകളാണിത്. കൗൺസിലിംഗ് നടത്താനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ വളർച്ചാ ഘട്ടത്തിൽ ഇവൻ ചെറിയ രീതിയിലൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഇവൻ തീർത്തും അങ്ങ് ലഹരിക്ക് അടിമയായി പോയി. ഇവനാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് അവരെ ഇതിനകത്തോട്ട് അങ്ങ് ഇവന് ലഹരി ഉപയോഗിക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരുന്ന്. കാരണം അവന്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അവനിക്ക് വീട്ടിൽ നിന്ന് യാതൊരുവിധ സ്നേഹമോ പരിഗണനയോ അവനിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ വീട്ടിലൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത ചില കുട്ടികൾ, എന്നാൽ എല്ലാവരും എല്ലാം ചില കുട്ടികൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴിതെറ്റി പോവും. അവർക്ക് മാതാപിതാക്കളുടെ സ്നേഹം അല്ലെങ്കിൽ കൂടപ്പിറപ്പിന്റെ സ്നേഹം യാതൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അവൻ മയക്കുമരുന്നിനകത്തോട്ടും ലഹരിക്കകത്തോട്ടും അങ്ങ് അടിമപ്പെട്ടു പോയി. ഇവന്റെ സുഹൃത്തുക്കളെയൊക്കെ ഇവൻ അങ്ങ് വിൽപ്പനക്കാരാക്കി. ലഹരി മരുന്ന് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സുഹൃത്തുക്കളെയൊക്കെ ഇവനങ്ങ് ഏർപ്പാട് ചെയ്ത്. അപ്പൊ ഇതിനകത്ത് ഒരു സുഹൃത്തിന്റെ അച്ഛനാണെങ്കിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത്. കാരണം തൻ്റെ മകനെ ഇവനാണ് ഇങ്ങനെ ചീത്തയാക്കുന്നത് എന്നും പറഞ്ഞിട്ട്, ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇവനെതിരെ കേസ് കൊടുത്ത്. അപ്പോൾ പോലീസ് വന്ന് സ്വാഭാവികമായിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ പിടിച്ചോണ്ട് പോയെങ്കിൽ ഇവന്റെ ഈ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് ഇവനെ അങ്ങ് പുറത്തു വിട്ട്. ഇവനിക്കാണെങ്കിൽ ആ ഒരു ദേഷ്യം ഇങ്ങനെ കിടക്കുവാണ്. ആ കൂട്ടുകാരൻ്റെ അച്ഛനോടുള്ള ഒരു പക ഇങ്ങനെ ഉള്ളി കിടന്ന് പുകയാൻ തുടങ്ങി. അവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കാലിങ്ങ് തല്ലി ഒടിച്ച്. അവരാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി കേസ് അങ്ങ് കൊടുത്ത്. അങ്ങനെയാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞയച്ച് അവിടെ വെച്ച് കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് ഈ കുട്ടിക്ക് പണ്ടുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ സൈക്കോളജിസ്റ്റിനോട് ഈ കുട്ടി പറയുന്നത്. ഈ കുട്ടിക്ക് അന്ന് വീട്ടിലുണ്ടായ ദുരനുഭവങ്ങൾ ഇത്രയും, ആ പീഡനങ്ങൾ ഇത്രയും ഈ കുട്ടിയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് ഈ അല്പം സൗന്ദര്യമുള്ള കുട്ടികളെയാണ് ഈ കുട്ടി തെരഞ്ഞെടുത്തത്. കാരണം തെരഞ്ഞെടുത്തു എങ്കിലും ഈ കുട്ടിക്ക് സൗന്ദര്യമുള്ള കുട്ടികളെ കാണുമ്പം വല്ലാത്ത ഒരു ദേഷ്യവും അപകർഷതാബോധവും ഒക്കെയാണ് ഈ കുട്ടിക്ക്. കാരണം ആ സൗന്ദര്യം ഇല്ല, കറുപ്പായതിൻ്റെ പേരിലാണ് എൻ്റെ വീട്ടുകാരെന്നെ തഴഞ്ഞത് എന്നുള്ളൊരു കുറ്റബോധമാണ് ഇവൻ്റെ മനസ്സ് നിറയെ. ആ ഒരു ചിന്തയാണ് ഇവനിക്ക്. അങ്ങനെയാണ് സൗന്ദര്യമുള്ള കുട്ടികളെ നോക്കി ഇവൻ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞു പിടിച്ചെടുക്കുന്നത്. ലഹരി ഉപയോഗത്തിന് ശേഷം ഇവൻ വീട്ടുകാരുമായിട്ടൊന്നും യാതൊരു അടുപ്പവും ഇല്ല. വീട്ടിലേക്ക് പോകാതെയൊക്കെയായി. ഇവനെന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് നല്ലൊരു അമ്മയുടെ വയറ്റിൽ ജനിച്ചൊരു മകനാണിത്. പക്ഷേ വെറുതെ അച്ഛൻ്റെ തെറ്റായ ചിന്താഗതി കാരണം, അച്ഛൻ്റെ തെറ്റായ ആരോപണങ്ങൾ കാരണം വർഷങ്ങളോളം ഈ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ, ഈ കുട്ടി ഈ രീതിയിലാവാനുള്ള പ്രധാന കാരണം അവൻ്റെ വീട്ടിലെ സാഹചര്യമാണ്. അവൻ്റെ അച്ഛൻ്റെ പിടിപ്പുകേടാണ് ഈ കുട്ടി ഈ രീതിയിലാവാനുള്ള കാരണം. യാതൊരുവിധ തെറ്റും ചെയ്യാത്ത അമ്മയെ ഈ അച്ഛൻ്റെ ഒരു സംശയത്തിന്റെ പേരിൽ ആ കുടുംബത്തിന്റെ സമാധാനം മൊത്തത്തിൽ പോയി. ആ ഒരു കുടുംബം തന്നെ നശിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ എന്നും അടിയും വഴക്കും കാരണം ആ കുടുംബം തന്നെ നശിച്ചു പോയി. നല്ല രീതിയിൽ വളരേണ്ട ഒരു കുട്ടിയെ ഈ രീതിയിൽ ഒരു മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ട ഒരു കുട്ടിയാക്കി അവനെ ജുവനൈൽ ഹോമിലും എത്തിച്ച്. ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറയുന്നത് ആ അച്ഛനാണ്. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇതിപ്പം കറുപ്പായാലും വെളുപ്പായാലും ഈ അച്ഛൻ്റെ ബോധമില്ലായ്മ എന്നേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. കറുപ്പായാലും വെളുപ്പായാലും പഠിച്ച അള്ളാഹു തരുന്നതാണ് കുഞ്ഞുങ്ങളെ, മക്കളെ. അത് കറുപ്പായാലും വെളുപ്പായാലും അവരെ പൊന്നുപോലെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കറുത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുക, അല്ലെ വെളുത്ത കുട്ടിയെ മാത്രം സ്നേഹിക്കുക, ഇതൊക്കെ എന്ന് വെച്ചാൽ അച്ഛനാണോ? ഇത് ഇപ്പോഴും ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാര്.